ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈ ദിവസം നിങ്ങൾ ചിന്തിക്കണം, ആരൊക്കെയാണ് എന്നെ ഹോൾഡ് ചെയ്യുന്നത്, ഇപ്പോഴും എന്റെ പെയിൻ എന്നെ ട്രിഗർ ചെയ്യുന്ന, അല്ലെങ്കിൽ ആരൊക്കെയാണ് എനിക്ക് ഈ ഒരു പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ആരൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ചിലപ്പോൾ അത് പേരൻസ് ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ ഒരു പെയിനിൽ നിന്നായിരിക്കാം ചിലപ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ പറയുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളില് നമ്മളെ കണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പറയുന്നതല്ല, അവര് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ, നമ്മുടെ ആക്ഷൻസ്, നമ്മൾ പറയുന്നത് എല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ആ കുഞ്ഞുങ്ങൾ അതെല്ലാം അബ്സോർവ് ചെയ്യുവാണ്. അപ്പൊ അവിടെ നമുക്ക് നമ്മള് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറും. നമ്മുടെ പെർസോണ ചേഞ്ച് ആകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജനറേഷനിലേക്ക് നമുക്ക് ആ ഒരു ആ വിക്ടിം മെന്റാലിറ്റി കൊണ്ടുപോകാതിരിക്കാൻ പറ്റുള്ളൂ. അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പൊ അത് ചിലപ്പോൾ നമ്മുടെ പേരൻസിൽ നിന്നായിരിക്കാം, അവരോട് ഫൊർഗീവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ പാർട്ട്നേഴ്സ് ആയിരിക്കാം, ചിലപ്പം ഫ്രണ്ട്സ് ആയിരിക്കാം, റിലേറ്റീവ്സിൽ നിന്നായിരിക്കാം ഇത് സംഭവിക്കുന്നത്, ടീച്ചേഴ്സിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഒരു ബിസിനസ് പാർട്ണറിൽ നിന്നായിരിക്കാം, ടോക്സിക് ആയിട്ടുള്ള പീപ്പിളിൽ നിന്നായിരിക്കാം, സൊസൈറ്റിയിൽ നിന്നായിരിക്കാം. ഇങ്ങനെ പലയിടത്തും നമുക്ക് എന്ത് ചെയ്യാം, പലരിൽ നിന്നും നമുക്ക് ഈ ഒരു പ്രശ്നം നേടാം. അപ്പൊ നമ്മൾ ആലോചിക്കാം, ആരുടെ അടുത്തൊക്കെ ഫൊർഗീവ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ ദിവസം കിടക്കുന്നതിന് മുന്നേ ഫൊർഗീവിങ് അതേഴ്സ് ആരൊക്കെയാണ് നമ്മുടെ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഇപ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്, ആ ഒരു പെയിൻ ഹോൾഡ് ചെയ്യുന്നത്, ഫൊർഗീവ് ചെയ്യാതെ നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കണം എന്തൊക്കെ കാര്യങ്ങൾ, ആരാണ്. അപ്പം അത് ആരൊക്കെയാണെന്ന് എഴുതുക. സംടൈംസ് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വെളിയിലുള്ള ആൾക്കാർ, ചിലപ്പോൾ വെളിയിലുള്ള ആൾക്കാർ ചിലപ്പോൾ നമുക്ക് ചെയ്താൽ ചിലപ്പോൾ അത്രയും പെയിൻ നമുക്ക് ഉണ്ടായെന്ന് വരത്തില്ല. ഒരാൾ നമ്മളിത് ചൈനീസ് ഭാഷയിൽ നമ്മളെ ദേഷ്യപ്പെട്ട് നമുക്കത് വല്ല മനസ്സിലാവും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് എന്തോ ഒരു ലാംഗ്വേജ് പറഞ്ഞു, എന്താ പറഞ്ഞ, എന്റെ വഴക്കാണോ പറഞ്ഞത്, ഒന്നും മനസ്സിലായില്ല, നമ്മളത് വിട്ടുകളയല്ലേ. അങ്ങനെ ചിലപ്പോൾ നമുക്ക് അറിയാത്ത ഒരു ആളുകളാണ് നമ്മൾ പറയുന്നത്, ചിലപ്പോൾ നമ്മൾ അതുപോലെ വിട്ടുകളയല്ലേ, നമുക്ക് അറിയാത്ത കാര്യമാണ്. പക്ഷെ എപ്പോഴാണ് നമ്മളത് ഹോൾഡ് ചെയ്യണേ, നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവർ പറയുമ്പോഴാണ് നമ്മൾ ഇത് എടുക്കുന്നത്. നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ സർക്കിളിലുള്ള ആൾക്കാർ ഇത് പറയുമ്പോഴായിരിക്കും നമ്മളത് ഹോൾഡ് ചെയ്യണേ അല്ലെ. അപ്പം ഈ ആങ്കർ നമ്മൾ ഇയേഴ്സ് നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് പറഞ്ഞ് അങ്ങ് പോയി കാണും, പക്ഷെ നമ്മളത് കൊണ്ടു നടക്കണം. അപ്പൊ ഇന്നത്തെ ദിവസം കിടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും നമ്മൾ പെയിൻ ഹോൾഡ് ചെയ്യണേ, ആ ആളുകളുടെ പേരുകൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ അവരോട് പോയി പറയണമെന്ന് പോലും ഇല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാം, ക്ഷമ ചോദിക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഫൊർഗീവ് അതേഴ്സ്. 2, സെൽഫ് ഫൊർഗീവ്നെസ്, നമ്മൾ നമ്മളോട് ക്ഷമിക്കണം അല്ലെ. ഇത് മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കാനുള്ള ആരൊക്കെയാണ്, അവരോട് നമ്മൾ ഫൊർഗീവ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ നമ്മളോട് ക്ഷമിക്കുകയാണ്. ആരാണ്, ചില കാര്യങ്ങൾ നമ്മളോട് തന്നെ ക്ഷമിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ എടുത്ത ഒരു ഡിസിഷൻ ആയിരിക്കാം, റോങ് ഡിസിഷൻ ആയിരിക്കാം, പക്ഷെ നമ്മൾ അന്നത് ശരിയെന്ന് വിചാരിച്ച് എടുത്തതായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഒരു ലൈഫ് പാർട്ണറെ ചൂസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരു ലൈഫിൽ എടുത്തേക്കുന്ന പല ഡിസിഷൻസ് ചിലപ്പോൾ റോങ് ആയിട്ട് സംഭവിച്ചതാണ്. പക്ഷെ ഇന്ന് നമ്മൾ അതിനെ സ്വന്തമായിട്ട് ക്രിറ്റിസൈസ് ചെയ്ത് നമ്മുടെ ലൈഫിൽ പോവുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ശരിക്കും നമ്മളോട് സെൽഫ് ഫൊർഗീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കാം. നമ്മൾ എടുത്ത ചിലപ്പോൾ ഫിനാൻഷ്യൽ മിസ്റ്റേക്ക് ആയിരിക്കാം, കരിയർ ഡിസിഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്തതായിരിക്കാം, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളായിരിക്കാം. ഇത് നമ്മളുടെ പല ഇമോഷൻ ബ്രേക്ക് ഡൗണിലോട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും, ചെയ്യാം എന്ന് ആ ഒരു ഡിസിഷൻ എടുത്തില്ല, എന്റെ ലൈഫ് ഇങ്ങനെ മാറായിരുന്നല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ പോയി പെടണ്ടായിരുന്നല്ലോ എന്നൊക്കെയുള്ള പല. അപ്പം അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് സെൽഫ് ഫോർഗീവ്നെസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ കോൺഫിഡൻസിനെ അത് അഫക്ട് ചെയ്യുന്നു, സെൽഫ് വർത്തിനെ അഫക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അവിടെ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ് നമ്മൾ കൊണ്ടുവരേണ്ടത് അല്ലെ. നമ്മൾ എല്ലാവരും എന്താണ്, നമ്മളെല്ലാവരും ഹ്യൂമൻ ബീയിങ് ആണ്, ഇവോൾവിംഗ് ആണ്. ഇവോൾവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് നമുക്കിപ്പം പാസ്റ്റ് നമുക്ക് എന്താ പറയാ, നമ്മളിപ്പോ ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞത് ഇന്നായിരിക്കും. ചിലപ്പോ ഇന്നൊരു ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാകും. അതാണ് തിരിച്ചറിവുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ സെൽഫ് അവയർനെസ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഐ എം എ ഹ്യൂമൻ, ഐ ആം ലേണിംഗ് അല്ലെ. ഓരോ ദിവസവും നമ്മൾ ലേണിംഗ്. അപ്പം നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു അല്ലെ, അതിൽ നിന്ന് പഠിച്ച് നമ്മൾ ഇവോൾവ് ആവുമ്പോഴല്ല, അതേ സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോഴല്ല. മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് തിരുത്തുമ്പോഴാണ് ഇവോൾവ് ചെയ്യുന്നതെന്ന് പറയുന്നത്, മാറ്റം വരുന്നത്. പണ്ട് നമ്മൾ മനസ്സിലാക്കിയ പല കാര്യങ്ങളും ഇന്ന് നമുക്ക്
അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ശരികളെ കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾക്ക് അനദർ ചാൻസ് കൊടുക്കണം. ഐ ഡിസേർവ് അനദർ ചാൻസ്. നമുക്ക് ഡിസേർവ് ചെയ്തിരുന്ന അനദർ ചാൻസ് നമ്മൾ കൊടുക്കാതെ ആ പാസ്റ്റ് ട്രോമയിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. നമ്മൾ നമ്മളോട് ക്ഷമിച്ചില്ല എന്നുണ്ടെങ്കിൽ, നമ്മളോട് ക്ഷമിക്കുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പൊ എന്താ ചെയ്യേണ്ടത്? സെൽഫ് ഫോർഗീവ്നെസ് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും കാര്യത്തെ ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അത് ഇന്ന് അത് ഫോർഗീവ് ചെയ്യുക. കഴിഞ്ഞത് കഴിഞ്ഞു. പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമുക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും, ബ്രൈറ്റർ ഫ്യൂച്ചറിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കണം നമ്മൾ ഇൻ ദ പ്രസന്റ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിക്കാം. അതുപോലെ തന്നെ വരാവുന്ന ഒരു കാര്യമാണ് ഫോർഗീവ് യുവർ പാസ്റ്റ്. നമ്മുടെ പാസ്റ്റില് നമ്മുടെ ചൈൽഡ്ഹുഡ് പെയിൻ, റിജക്ഷൻ ഉണ്ടായിരിക്കാം. പല ആളുകളിൽ നിന്നും നമുക്ക് കളിയാക്കൽ നേരിട്ടുണ്ടാവുക. ആ ഒരു പാസ്റ്റിനെ നമുക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള പാസ്റ്റ് അല്ല നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഫ്യൂച്ചറിനെ നമ്മൾ ഡിസൈൻ ചെയ്തത് നമ്മുടെ പാസ്റ്റ് വെച്ചിട്ടല്ല, ഇൻ ദ പ്രസന്റ് വെച്ചിട്ടാണ്. ഇനി ഫോർത്ത്, ഫോർഗീവിങ് ലൈഫ്. നമ്മുടെ ലൈഫിൽ നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്നതും കൺട്രോളിൽ നിൽക്കാത്തതുമായ കാര്യങ്ങൾ നമ്മുടെ ലൈഫ് വരും. നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന നമുക്ക് കാര്യങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആക്ഷൻ എടുക്കുന്നതും നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നതും നമ്മുടെ ഗോളിന് വേണ്ടി വർക്ക്ഔട്ട് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കുന്നത്, റൈറ്റ്? ബട്ട് നമ്മുടെ ലൈഫിൽ അതിനുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള അങ്ങനത്തെ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ? ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്, ഒരിക്കലും നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത കാര്യങ്ങൾ. ആ കൺട്രോളിൽ നിൽക്കാത്ത കാര്യങ്ങളെ ഓർത്തിട്ട് നമ്മൾ പലപ്പോഴും നമുക്ക് ദേഷ്യം ഉണ്ടാവും. നമ്മുടെ ലൈഫിനോട് ദേഷ്യം ഉണ്ടാവാം, നമ്മുടെ ഡെസ്റ്റിനി നമ്മൾ എന്താ ഇങ്ങനെ പോകുന്നതെന്നുള്ളത് വരാം, നമ്മുടെ സർക്കംസ്റ്റൻസിനോട് വരാം. ചിലപ്പോൾ ചില ആൾക്കാർ ദൈവത്തോട് പോലും ദേഷ്യപ്പെടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് എന്റെ ലൈഫിൽ ഇങ്ങനെ വന്നു എന്നുള്ളത്, വൈ മീ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വാട്ട് ക്യാൻ ഐ ലേൺ ഫ്രം ദിസ്? എന്തെനിക്ക് ഇതിനകത്ത് നിന്ന് പഠിക്കാൻ പറ്റും? ഹൗ ക്യാൻ ഐ ഗ്രോ ഫ്രം ദിസ് പെയിൻ? നമ്മൾ ഹീലിംഗ് എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻ എല്ലാം മാറ്റി നമ്മൾ അങ്ങനെയല്ല. ആ പെയിൻ നമ്മുടെ ലൈഫിൽ വന്നു, അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ നമ്മളുടെ സ്ട്രെങ്ത് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ആവുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പെയിനിൽ നിന്ന് ഹൗ ക്യാൻ ഐ ഗ്രോ എന്നുള്ളതാണ്. നമ്മൾക്ക് ആ ഒരു ഇമോഷണൽ ട്രാൻസ്ഫോർമേഷൻ വരേണ്ടത്. നമ്മുടെ ഒരു ഗോളിലേക്ക് നമ്മളിലേക്ക് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ആ ഒരു റിയൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മള് യു ആർ ക്യാരിങ് അൺഫോർഗിവ്നെസ് നമ്മൾ ഉണ്ടോ എന്നുള്ള സൈൻ നമ്മൾ നോക്കണം. നമ്മൾ തന്നെ ചിന്തിക്കണം. കോൺസ്റ്റന്റ് ആയിട്ട് ഓവർ തിങ്കിങ് നമുക്ക് വരുന്നുണ്ടോ? ഇമോഷണൽ ആയിട്ടുള്ള ട്രിഗേഴ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടോ? നമ്മുടെ ലൈഫിൽ ഉണ്ടായ കാരണം കൊണ്ട് ഇപ്പൊ പല ആൾക്കാരും ട്രസ്റ്റ് ചെയ്യാൻ നമ്മൾ പേടിക്കുന്നുണ്ടോ? നമ്മൾ പറയത്തില്ലേ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോകുന്നുണ്ടോ? എല്ലാരും നമ്മുടെ ലൈഫിലുണ്ടായ വെച്ചിട്ടല്ല നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് അല്ലേ? നമുക്ക് കൃത്യമായി നമുക്ക് അറിയാം എങ്ങനെ വേണം. പക്ഷെ നമ്മൾ എല്ലാത്തിനെയും പേടിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ആരെ ട്രസ്റ്റ് ചെയ്യണം, എന്തൊക്കെ ബൗണ്ടറി വെക്കണം എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പം അതുപോലെ റിവെഞ്ച്, നമുക്ക് അവരോട് പകരം വീട്ടണം എന്നുള്ളൊരു മനസ്സാണോ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്? അതുപോലെ നമ്മൾ എപ്പോഴും ഓൾഡ് കോൺവെർസേഷൻ റീപ്ലേ ചെയ്തോണ്ടിരിക്കുകയാണോ നമ്മുടെ മൈൻഡിൽ? മൂവിങ് ഓൺ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആവുന്നുണ്ടോ? ഇതെല്ലാം നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫോർഗീവ്നെസ് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫോർഗീവ്നെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ ആണെങ്കിലും ഇമോഷണലി നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും, മെന്റലി നമ്മൾ സ്ട്രോങ് ആവും, ഫിസിക്കൽ ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും. യെസ്, അതിലേക്ക് നമുക്ക് എന്തായാലും സ്പിരിച്വലി നമ്മൾ ഗ്രോ ചെയ്യാൻ തുടങ്ങും. ആ ഒരു കറക്റ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അല്ലെ? നല്ലൊരു പീസ് ഓഫ് മൈൻഡില്, ഗ്രേറ്റ്ഫുൾ ആയിട്ട്, കമ്പാഷനേറ്റ് ആയിട്ട്, ഇന്നർ കാംനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. മൈൻഡ് സെറ്റ്, ബിസിനസ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോസിറ്റീവായ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട്. ആ ഫാമിലിയിലേക്ക് നിങ്ങളും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം.
നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക.